കേരളത്തിലെ ഒരു പ്രധാന ബോട്ട് ജെട്ടിയാണ് ആലപ്പുഴ ബോട്ട് ജെട്ടി. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനവും ആലപ്പുഴയിലാണ്. ജലഗതാഗത രംഗത്ത് ആലപ്പുഴയുടെ തലയെടുപ്പായിരുന്നു ആലപ്പുഴ ബോട്ട് ജെട്ടി. 1940 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്തേക്ക് വേമ്പനാട്ട് കായൽ വഴി പോകുന്ന ബോട്ടിന് പോവാണ്. ബോട്ട് സർവീസ് ഉണ്ട്. ആ ബോട്ട് സർവീസിന് പോയി കായലിലെ ഹൗസ് ബോട്ടിങ്ങും കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. പല മാറ്റങ്ങൾ വന്നെങ്കിലും കെട്ടിടം ഇന്നും അതുപോലെ തന്നെയുണ്ട്. സ്വകാര്യ ഏജൻസികൾ ചേർന്ന് രൂപീകരിച്ച ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ് ആദ്യമായി ആലപ്പുഴയിൽ ബോട്ട് സർവീസ് നടത്തിയിരുന്നത്. അന്ന് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കും എറണാകുളത്തേക്കും കൊല്ലത്തേക്കും പാഴ്സൽ സർവീസുകൾ ഉണ്ടായിരുന്നു. 1968 കോർപ്പറേഷനെ സർക്കാർ ഏറ്റെടുത്ത് ഉൾനാടൻ ജലഗതാഗതത്തിന് തുടക്കമിട്ടു. ഇന്ന് ഏതാണ്ട് 50ഓളം സർവീസുകൾ ഈ കായലിൽ നടത്തുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ട്രാൻസ്പോർട്ട് ബോട്ടിനാണ് പോകുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് ബോട്ടാണ്. ഇതിന് ചെറിയ ചാർജേ ഉള്ളൂ, 29 രൂപയുള്ളൂ. നമ്മളിവിടുന്ന് പോകുന്നത് കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയം ഇപ്പോൾ 9:30 ഇത് ഇവിടുന്ന് പുറപ്പെട്ട് 1 മണിയോടുകൂടി അവിടെ കോട്ടയത്തെത്തും. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. ആ ബോട്ടിനാണ് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നത്. ഒരു വൺ സൈഡ് 29 രൂപയെ ചാർജുള്ളൂ. ആ ബോട്ടാണ് കിടക്കുന്നത്. ഈ ബോട്ടിനാണ് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ നമുക്ക് ആ ബോട്ടിനകത്തിരുന്ന് കാണാം കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാട്ട് കായലിന്റെ വിസ്തീർണം 1512 ചതുരശ്ര കിലോമീറ്ററാണ്. 14 കിലോമീറ്ററാണ് ഏറ്റവും കൂടിയ വീതി. അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ, പമ്പാനദി, പെരിയാർ തുടങ്ങിയ നദികൾ ഈ കായലിൽ ഒഴുകിയെത്തുന്നു. ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ രാവിലെ 7:15 മുതൽ ബോട്ടുണ്ട്. 7:15, 9:35, 11:30, 2:30, 5:15, 9:15 രാത്രിയിൽ. അങ്ങനെയാണ് ബോട്ടിൻ്റെ ടൈം. രാവിലെ മുതൽ ബോട്ടുണ്ട്. 29 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വേമ്പനാട്ട് കായലും പരിസരവും എല്ലാം കറങ്ങി കോട്ടയം വരെ പോയിട്ട് തിരിച്ചു വരാം. ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ യാത്രയുണ്ട്. ആ 3-4 മണിക്കൂർ യാത്ര നമുക്ക് ഇതിനകത്തിരുന്ന് ആസ്വദിച്ച് പോകാം. പാതിരാമണൽ, പള്ളിപ്പുറം, പെരുമ്പളം തുടങ്ങിയ ദ്വീപുകൾ വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന പ്രദേശമാണ് കൊച്ചി തുറമുഖം. റാംസർ ഉടമ്പടി അനുസരിച്ച് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു കായലായി വേമ്പനാട്ട് കായലിനെ അംഗീകരിച്ചിരിക്കുന്നു. ഏത് വശത്തുനിന്നാണ് വന്നേന്നോ എങ്ങോട്ടാ പോകുന്നതെന്നോ ഒരു നിശ്ചയമില്ലാത്ത പോലെയാണ് നമ്മളുള്ള. ചുറ്റും വെള്ളം മാത്രമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അത്ര ഭംഗിയാണ് കാണാൻ വേണ്ടി. 2 സൈഡും നമുക്ക് നല്ല കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളും കണ്ട് നമുക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യാം. അതാണ് ഈ സർവീസ് ബോട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത. പിന്നെ കുറച്ച് ടൈം കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു കുഴപ്പമൊന്നുമില്ല. സമയം കൂടുതലായിരിക്കും. മറ്റു ബോട്ടിന് അവർ പെട്ടെന്ന് കൊണ്ടുപോയി ഒന്ന് കായൽ ഇറക്കിയിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുതരും. അന്നേരത്തേന് അവർ 400 രൂപ 300 രൂപ ആ റേഞ്ചിൽ മേടിക്കും. പക്ഷേ ഇതിന് 29 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് കറങ്ങാൻ പറ്റും. ഇതുപോലുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് യാത്ര പോകാം. വേമ്പനാട്ട് കായലിന്റെ മറ്റൊരു പ്രത്യേകത വർഷത്തിൽ 6 മാസം ഉപ്പുവെള്ളവും ബാക്കി 6 മാസം ശുദ്ധജലവും ആണ് വേമ്പനാട്ട് കായലിൽ ഉള്ളത്. മഴക്കാലത്ത് കായലിൽ നിന്നും കടലിലേക്ക് വെള്ളം ഒഴുകുന്നത് കൊണ്ടാണ് ആ സമയത്ത് ശുദ്ധജലം കിട്ടുന്നത്. വേനൽക്കാലത്ത് കടലിൽ നിന്ന് കായലിലേക്കാണ് ജലം ഒഴുകുന്നത്. കയറിയപ്പോൾ ബോട്ട് നിറയെ ആളുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങി ഇപ്പം ബോട്ടിൽ ആളുകളെല്ലാം കുറഞ്ഞു.
കോട്ടയത്ത് ബോട്ട് എത്തുമ്പം ഏതാണ്ട് 1 മണിയോളം ആവും. പിന്നെ ഇവിടെ നമ്മൾ 9:30ക്കാണ് ബോട്ടിൽ കയറിയത്. കോട്ടയത്ത് എത്തുമ്പം 1 മണിയാവും. ഈ ബോട്ട് തന്നെ തിരിച്ചു വരും. 4 മണിയാവും നമ്മൾ തിരിച്ച് ആലപ്പുഴ എത്തുമ്പം. 29 രൂപയെ ചാർജുള്ളൂ. 29 രൂപ ഒരു പിന്നെ വൺ സൈഡാണ്. എന്നാലും നഷ്ടമില്ല. കാരണം ഇവിടുന്ന് ഈ കായലൊന്ന് കറങ്ങണമെങ്കിൽ 500 രൂപ 600 രൂപയൊക്കെയാണ് മറ്റ് ബോട്ടുകാർ മേടിക്കുന്നത്. ഇത് പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ജലഗതാഗത വകുപ്പിൻ്റെയാണ് ബോട്ട്. അതുകൊണ്ടാണ് ഇത്ര സർവീസ് ബോട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര ചാർജ് കുറവ്. 29 രൂപക്ക് നമുക്ക് വൺ സൈഡ് പോയിട്ട് വരാം. അപ്പോൾ ആലപ്പുഴ വരുന്നവർ രാവിലെ പിന്നെ വരുവാണെങ്കിൽ 9:30ക്ക് പിന്നെ അങ്ങനെ പല ടൈമിലും ബോട്ടുണ്ട്. 9:30ക്കുണ്ട്, 11 മണിക്കുണ്ട്, 2 മണിക്കുണ്ട്, അങ്ങനെ വൈകുന്നേരം വരെ ബോട്ടുണ്ട് പല ടൈമുകളിലായിട്ട്. വേമ്പനാട്ട് കായലിലെ ഒരു പ്രധാന ആകർഷണമാണ് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ നെൽകൃഷി ഉപ്പുവെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടി കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണിത്. ഇതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ വർഷം മുഴുവൻ ശുദ്ധജലം ലഭിക്കുന്നു. ഇത് കുട്ടനാട്ടിലെ നെൽകൃഷിക്ക് സഹായമായെങ്കിലും അനേകം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. കായലിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടതുമൂലം കുട്ടനാട്ടിലെ കായലിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നുണ്ട്. ആഫ്രിക്കൻ പായലിന്റെ അനിയന്ത്രിതമായ വളർച്ചയുടെ കാരണവും തണ്ണീർമുക്കം ബണ്ടാണെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും വേമ്പനാട്ട് കായലിന്റെ അതിമനോഹരമായ കാഴ്ചയാണ് തണ്ണീർമുക്കം ബണ്ടിൽ നിന്ന് കാണുന്നത്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ബോട്ടിന് വന്ന് കോട്ടയത്തെത്തി. കോട്ടയത്ത് ഇവിടെ ബോട്ടിൽ തന്നെ സജ്ജീകരിച്ചൊരു പിന്നെ ഹോട്ടൽ പോലെയുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. എൻ്റെ റെസ്റ്റോറൻറ്റ് പുറത്തുള്ളത് അവിടെ പാർസൽ മാത്രമേ ഉള്ളൂ. ഇരുന്ന് കഴിക്കാൻ നമുക്ക് ഇവിടെ അകത്ത് വന്നിട്ട് പിന്നെ ഇരുന്ന് കഴിക്കാം. അവിടെ ഒരു ബോട്ട് തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് ഞാനിപ്പം ചോറിന് പറഞ്ഞു, ചോറും കക്കയിറച്ചിയും പറഞ്ഞത്. കക്കയിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. കക്കയിറച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ കക്കയിറച്ചി? പിന്നെ ഇവിടുന്ന് കക്കയിറച്ചിയും ചോറൊക്കെ തിന്നിട്ട് വേണം നമ്മൾ വന്ന ബോട്ട് തന്നെ തിരിച്ചു പിന്നെ ആലപ്പുഴക്ക് പോകുന്നുണ്ട്. ആ ബോട്ടിന് തന്നെ ഞാൻ തിരിച്ചു പോവാം. ചോറും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ചോറിൻ്റെ ഇനി നമ്മൾ നേരെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോകാം. ബോട്ട് 1 മണിക്ക് എടുക്കും. ഇപ്പോൾ 12:45 കഴിഞ്ഞു. 1 മണിക്ക് ബോട്ട് എടുക്കും. അപ്പോൾ ഇനി 1 മണിക്ക് ബോട്ടിൽ കയറിയിട്ട് നേരെ ഇനി ആലപ്പുഴയിലേക്ക് വീണ്ടും തിരിച്ചു പോകാണ്. നല്ല ഭക്ഷണമായിരുന്നു. കക്കയിറച്ചി നല്ല ടേസ്റ്റായിരുന്നു. കോട്ടയത്ത് നിന്ന് ഇപ്പോൾ ബോട്ട് ആലപ്പുഴക്ക് എടുത്തു. ഇനി ആലപ്പുഴയിലേക്ക് ബോട്ടിൽ പോകാം. ഇനി അങ്ങോട്ട് നമുക്കധികം കാഴ്ചകളൊന്നും ഇങ്ങോട്ട് നല്ല കാഴ്ചകളുണ്ടായി. ഇനിയിപ്പോൾ നല്ല ചോറൊക്കെ തിന്ന് ഇനിയിപ്പോൾ നല്ല കാറ്റ് കിട്ടും. അപ്പോൾ കാറ്റും കൊണ്ട് ഇങ്ങനെ ഉറങ്ങി പോകാം. അറിയാതെ ഉറങ്ങി പോകും. ഇനി ഒരു 2-3 മണിക്കൂർ യാത്ര ചെയ്യണം. ഈ 2-3 മണിക്കൂർ നമ്മൾ കാഴ്ചകൾ കണ്ട് സീറ്റേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോകും. നല്ല കാറ്റാണ്. അതുകൊണ്ട് ഉറങ്ങി പോകുന്നുണ്ട്. ഇവിടെ സൈഡൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇനി ഇങ്ങനെ മെല്ലെ അങ്ങ് പോവാം.
വേമ്പനാട്ട് കായലിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ പിന്നെ ഹൗസ് ബോട്ട് പോകുന്നതും വേമ്പനാട്ട് കായലിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളുമാണ് ഈ കാണുന്നത്. 1300ഓളം കെട്ടുവള്ളങ്ങൾ ഇവിടെ ഹൗസ് ബോട്ടുകളായി പ്രവർത്തിക്കുന്നു. ഇതിലൊക്കെ സഞ്ചരിക്കാൻ വിദേശീയരും തദ്ദേശീയരുമായ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നെത്തുന്നു. ആലപ്പുഴയിൽ നിന്നും വേമ്പനാട്ട് കായലിൽ ഒരു ദിവസം കറങ്ങാൻ ഹൗസ് ബോട്ടുകൾ ലഭ്യമാണ്. കൂടാതെ മറ്റനേകം ചെറു ബോട്ടുകളുമുണ്ട്. അവയിലൊക്കെ ഫുഡ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് അവർ ഏർപ്പെടുത്തി തരുന്നതാണ്. പ്രത്യേകിച്ച് ഹൗസ് ബോട്ടുകളിലെ ഫുഡ് ആണ് പ്രധാനമായും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. കേരളത്തിലെ കായലുകളിലും മറ്റും സാധാരണ കണ്ടുവരാറുള്ള ഒരുതരം വള്ളമാണ് കെട്ടുവള്ളം അഥവാ ഹൗസ് ബോട്ട്. ഇത് വലിയ വള്ളങ്ങളിൽ മേൽക്കൂര കെട്ടി അകത്ത് സൗകര്യങ്ങളോടുകൂടി പണിത വള്ളങ്ങളാണ്. മുൻകാലങ്ങളിൽ ചരക്ക് കടത്തിന് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങൾ ഇന്ന് പ്രധാനമായും വിനോദസഞ്ചാരത്തിനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പിന്നീട് ഇതിന്റെ വിപണന സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിച്ചതോടെ ഈ ആവശ്യത്തിനു വേണ്ടി മാത്രം കെട്ടുവള്ളങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. 2 നിലയിൽ പണിതവയുമുണ്ട്. സൗകര്യങ്ങൾ ഒന്നിനൊന്ന് വർദ്ധിച്ച് അറ്റാച്ച്ഡ് ബാത്റൂം, ഉൾപ്പെടെ 8 കിടപ്പുമുറികൾ, കോൺഫറൻസ് ഹാൾ, ശീതീകരിച്ച മുറികൾ, മുഖത്തട്ടിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സംവിധാനം എന്നിവയൊക്കെ ലഭ്യമാണ്. മിക്കതിനും മുന്നിൽ കയറുന്ന ഭാഗം വരാന്ത പോലെയാണ്. യാത്രാവഴിയിലെ ദൃശ്യങ്ങൾ കാണാനായി വരാന്തയ്ക്ക് ചുറ്റും കൈപ്പിടിയുള്ള ഇരുത്തികളും കിടപ്പുമുറികൾക്ക് തിരശീലയിട്ട വലിയ ജനാലകളും ഉണ്ടാകും. ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി കിട്ടുന്നതിനും സൗകര്യമുണ്ട്. കായലുകളിലെല്ലാം കെട്ടുവള്ളങ്ങൾ കൊണ്ടു നിറഞ്ഞതോടെ ഇവയിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾ ധാരാളമായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഒരു കെട്ടുവള്ളം സാധാരണ രീതിയിൽ 100 അടി വരെ നീളവും 20 അടി വരെ വീതിയും ഉള്ളതാണ്. തെങ്ങിന്റെ ചകിരി കൊണ്ടും മുള കൊണ്ടുമാണ് വള്ളത്തിന്റെ മേൽഭാഗം പ്രധാനമായും ഉണ്ടാക്കുന്നത്. ആഞ്ഞിലി മരമാണ് വള്ളത്തിന്റെ നിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. മണിക്കൂറുകളും ദിവസങ്ങളും വേണമെങ്കിൽ ഹൗസ് ബോട്ടുകൾ ലഭ്യമാണ്. സമയവും സൗകര്യങ്ങളും കൂടുന്നതിനനുസരിച്ച് ചിലവുകളും വർദ്ധിക്കും.
ട്രാവൽ സിറ്റി 916 എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതുകൂടി കാണാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായും എഴുതി അറിയിക്കുക. നമ്മൾ രാവിലെ പോയി ഇവിടുന്ന് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ തന്നെ തിരിച്ചെത്തി. ഇനി നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഹായ്, ഇങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേമ്പനാട്ട് കായലിലെ കാഴ്ചകളും ഹൗസ് ബോട്ടിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.